ശ്രീ ചന്ദ്രസേനൻ, കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങേക്ക് 3 or 4 തവണയായി NSS SNDP സഖ്യവും സമവായവും തമ്മിലുള്ള ചരിത്രം അത് വ്യക്തമായി ഓർമ്മയും ഉണ്ടാകും. ഇപ്പോൾ ഒരു പുലർച്ചെ അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഒരുമിച്ചൊരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം വൈകുന്നേരമാണ് ഈ സഖ്യം പൊളിഞ്ഞു എന്ന ചില വിമർശനങ്ങളടക്കം മുന്നോട്ട് വരുന്ന വാർത്താ കുറിപ്പ് NSSന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇനിയുള്ള ഈ ഐക്യ ആഹ്വാനത്തെ ഈ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അത് ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള ഐക്യപ്രഖ്യാപനമായി മാറുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഒരു ബാന്ധവം ഉണ്ടിരിക്കുന്ന നായർക്കൊരു ഉൾവിളി പോലെ ഇന്ന് രാവിലെ ഉണ്ടായ ഒരു സംഭവമാണ് SNDP NSS ഐക്യം എന്ന് പറയുന്നത്. SNDP NSS ഐക്യം ഉണ്ടാകണമെങ്കിൽ SNDP യോഗത്തിനൊരു നേതാവ് ഉണ്ടാകണം. ആരാ? വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗത്തിൻ്റെ നേതാവാണെന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ കിരീടമില്ലാത്ത രാജാവാണ്. ആസ്ഥാനമില്ല. SNDP യോഗത്തിന് ആസ്ഥാനം ജത്തിയിലാണ്. അതോടൊപ്പം തന്നെ അതിലൊരു വ്യക്തമായ അംഗത്വ രജിസ്ട്രേഷൻ ഇല്ല. ഇതൊന്നുമില്ലാത്ത അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കമ്പനിയുടെ വക്താവായി നിന്നുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. ഞാൻ ആ കാര്യത്തിലേക്ക് വരാം. ആ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ആസ്ഥാനം ജപ്തിയിലാണെന്നുള്ളത് മറച്ചു വെക്കരുത്. അതോടൊപ്പം തന്നെ SNDP യോഗത്തിലെ അംഗങ്ങൾക്ക് കിട്ടേണ്ട 3% മൈക്രോ ഫിനാൻസ് വായ്പ ഗവൺമെൻറ് തടഞ്ഞു വെച്ചിരിക്കുന്നു 2016 മുതൽ. അതിൻ്റെ കാരണക്കാരൻ തട്ടിപ്പ് നടത്തിയ വെള്ളാപ്പള്ളി നടേശനാണ്. ആ വെള്ളാപ്പള്ളി നടേശൻ സുകുമാരൻ നായർ എന്ന് പറയുന്ന NSSന്റെ ജനറൽ സെക്രട്ടറിയുമായി ബാന്ധവം ഉണ്ടാക്കുമ്പോൾ ഒരു പൂർവ്വകാലം കൂടി ഒന്ന് അറിയണം. അതായത് NSS SNDP ഒരു ഐക്യമുണ്ടാകുന്നത് R ശങ്കറിന്റെ കാലഘട്ടത്തിലാണ്. ഒരു സ്വല്പസമയം ഞാനത് എടുത്തു. ആ NSS SNDP ഐക്യമുണ്ടാകുന്ന R ശങ്കറിന്റെ കാലത്ത് ഐക്യമുണ്ടാകുമ്പോൾ അന്ന് ഹിന്ദു മണ്ഡലമുണ്ടായി. ആ ഹിന്ദു മണ്ഡലത്തിൽ അന്ന് SNDP യോഗം 49ാമത്തെ വാർഷിക സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ സ്വത്തുക്കളും SNDP യോഗത്തിന്റെ ഹിന്ദു മണ്ഡലത്തിൽ ലയിപ്പിക്കാം, NSSും ലയിപ്പിക്കണം എന്ന് പറഞ്ഞു. അവിടെ വെച്ച് NSS പിന്മാറി. ആ ഐക്യം അവിടെ തകർന്നു. പിന്നീട് ഒരു ഐക്യം ഉണ്ടാകുന്നത് 1970 SN യൂത്ത് മൂവ്മെന്റും NSSന്റെ യൂത്ത് മൂവ്മെന്റും തമ്മിൽ കോട്ടയത്ത് സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിലാണ് വീണ്ടും ഒരു ഐക്യം ഉണ്ടാകുന്നത്. ആ ഐക്യത്തിന് ശേഷം കേരളകൗമുദിയുടെ പത്രാധിപർ സുകുമാരൻ ഒരു ലേഖനം അന്നത്തെ എഡിറ്റോറിയൽ എഴുതി ചരിത്രപരമായ ഒരു ബാന്ധവമാണെന്ന്. പക്ഷേ അന്നൊരു കണ്ടീഷനുണ്ട്. അതൊക്കെ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്. ആ കണ്ടീഷൻ എന്താ? സംവരണം ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളിലും നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകാം. അത് നിലപാടുകളാണ്, അത് താത്വികമാണ്. അതിനുശേഷം 2012 ഇവർ ബന്ധമുണ്ടാക്കി. 2012 എങ്ങനെയാണ് ബന്ധമുണ്ടാക്കിയത്? 2012 ഇവർ ബന്ധമുണ്ടാക്കുന്നത് SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അംഗത്വ പ്രസിഡന്റ് സ്ഥാനവും സുകുമാരൻ നായരുടെ മകൾക്ക് VC ഇവിടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ VC സ്ഥാനവും പറഞ്ഞുകൊണ്ടാണ് അവിടെ ഉണ്ടാകുന്നത്. അതിനൊരു കാരണമുണ്ട്. അന്ന് ആദ്യമായി SNDP യോഗത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു SNDP യോഗം ജനറൽ സെക്രട്ടറി സാമ്പത്തിക സംവരണത്തിന് വേണ്ടി വാദിക്കുന്നു. ആ സാമ്പത്തിക സംവരണത്തിന് വേണ്ടി വാദിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ സുപ്രീം കോടതിയിൽ NSS കൊടുത്ത കേസിൽ നിന്നും പിന്മാറി. NSS എന്തിനാണ് കേസ് കൊടുത്തത്? NSS കൊടുത്ത കേസ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് അർഹതപ്പെട്ട അവർക്ക് സംവരണം വേണമെന്ന് പറഞ്ഞു. അതിന് MES ആ കേസിൽ ഇടപെട്ടു. MES കക്ഷി ചേർന്നു. SNDP യോഗം കക്ഷി ചേർന്നു. അന്ന് ആ കക്ഷി ചേർന്ന SNDP യോഗം അതിൽ നിന്ന് പിന്മാറി. അന്ന് NSSനോടൊപ്പം നിന്നിട്ടാണ് EWS എന്ന് പറയുന്ന സംവിധാനം ഈ SNDP യോഗത്തിന് മാരണമായി വന്ന ആ സാമ്പത്തിക സംവരണം വരുന്നത് ഈ വെള്ളാപ്പള്ളി നടേശനാണ്. എന്ത് കാര്യമുള്ള അദ്ദേഹത്തിന്റെ 2012 ശേഷം പിന്നീട് നായാടി മുതൽ നമ്പൂതിരി വരെ വന്നല്ലോ. എവിടെ പോയി? ഇന്ന് നായാടി ഉണ്ടോ അതിനകത്ത്? ജാനു ഉണ്ടോ? അന്ന് ജാനു ഉണ്ടായിരുന്നു. അക്കിരമൺ കാളിദാസ് ഭട്ടതിരിപ്പാടുണ്ടായിരുന്നു. അതിന് എത്രയോ പേര് G രാമൻ നായർ ഉണ്ടായിരുന്നു. ഇന്ന് അതിനകത്തുണ്ടോ അവരാരും? ഇതൊന്നുമില്ല. ഇപ്പോ സുകുമാരൻ നായരുമായി ഈ ഒരു ബാന്ധവം ഉണ്ടാക്കുന്നത് ഒരു ഒറ്റക്കാരിയേ ഉള്ളൂ. അത് നിഷേധിക്കണം. 90 വേക്കൻസിക്ക് SN ട്രസ്റ്റിലെയും SNDP യോഗത്തിലെയും അധ്യാപക നിയമനങ്ങളിൽ 90 വേക്കൻസിക്ക് കഴിഞ്ഞ മന്ത്രിസഭാ യോഗം അംഗീകാരം കൊടുത്തിട്ടുണ്ടെന്നേ. ആ 90 നിയമങ്ങൾ 90 കോടി രൂപയാണ് വെള്ളാപ്പള്ളി നടേശന്റെ പെട്ടിയിലേക്ക് വീഴുന്നത്. അതിന്റെ ഒരു നന്ദിയാണ് ഇവിടെ വന്നേക്കുന്നത്. അതല്ലാതെ ഈ ബാന്ധവത്തിന് യാതൊരു പ്രസക്തിയില്ല. ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ബാന്ധവത്തിന് രാഷ്ട്രീയ പ്രസ്ഥാനവുമായി എന്ത് ബന്ധമാണ്? സതീശൻ എന്താ പറഞ്ഞേ? സതീശൻ പറഞ്ഞത് പ്രധാനമായും പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. സതീശൻ പറഞ്ഞത്
ഈ പറയുന്ന ആരെയും കാറി കയറ്റുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ആരെയാണ് കയറ്റുന്നത്? കാരണം 124 തട്ടിപ്പ് കേസുകളിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന വെള്ളാപ്പള്ളി നടേശൻ, KK മഹേശന്റെ ആത്മഹത്യാ കേസിൽ അന്വേഷണം നേരിടുന്ന വെള്ളാപ്പള്ളി നടേശൻ, ജൂബിലി തട്ടിപ്പ് കേസിൽ പ്രതിയായ വെള്ളാപ്പള്ളി നടേശൻ, നിരവധി തട്ടിപ്പ് കേസിൽ പ്രതിയായ വെള്ളാപ്പള്ളി നടേശനെ എങ്ങനെ ആ കേസുകളുടെ അന്വേഷണം നടത്തുന്ന വിജിലൻസിന്റെ മന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രി കാറി കയറ്റുന്നതാണ് ചോദ്യം ചെയ്തത്. വെള്ളാപ്പള്ളി നടേശനെ കാറി കയറ്റുന്ന ആര് ചോദ്യം ചെയ്യുന്നു? അപ്പോൾ ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയാ, അയാൾ ഏത് പദവി വഹിച്ചോട്ടെ, ആ പദവിയിൽ എങ്ങനെയാ അദ്ദേഹം പദവി ഇരിക്കുന്നത്? പക്ഷേ വി ഡി സതീശൻ ആ ആരോപണമല്ല മുന്നോട്ട് വെച്ചത്. വി ഡി സതീശൻ തുടർച്ചയായി വർഗീയത പറയുന്ന ആളുകളെ കാറിൽ കയറ്റുന്നതുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതായിരുന്നു വി ഡി സതീശന്റെ പരാമർശം. ആ പരാമർശം പിൻവലിക്കണം എന്നുള്ളതാണ് ഇന്നിപ്പോൾ മന്ത്രി സജി ചെറിയാൻ അടക്കം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം.